എല്ലാ പ്രിയപ്പെട്ടവർക്കും എവറിത്തിങ് 360യുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിഗിനേഴ്സിന് സ്വീറ്റബിൾ ആയിട്ടുള്ള 3 ക്രെഡിറ്റ് കാർഡ്സ് ആണ്. കുറേ അധികം ബാങ്കുകളുടെ ആയിരക്കണക്കിന് വരുന്ന ക്രെഡിറ്റ് കാർഡുകളുടെ ലിസ്റ്റിൽ നിന്നും 3 ക്രെഡിറ്റ് കാർഡുകൾ, അതും ഞാൻ തുടക്ക സമയത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഉൾപ്പെടുന്ന കുറച്ച് ക്രെഡിറ്റ് കാർഡുകളിൽ ഏറ്റവും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സ് ആണ് ഇതിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കാർഡ്സ് എടുത്തിരിക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആനുവൽ ഫീസും ജോയിനിങ് ഫീസും എത്രയാണ് എന്നുള്ളതാണ്. 2 ഈ ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള ഈസിനെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തത്, നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ റിവാർഡ് സിസ്റ്റം എത്രത്തോളം പ്രയോജനകരമാകും നിങ്ങളൊരു നോമിനൽ അല്ലെങ്കിൽ ബിഗിനർ ആണ് എങ്കിൽ. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ മിലേനിയ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. ഈ വീഡിയോയിൽ 3 ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചതുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു കാർഡിനെ കുറിച്ച് പറയുന്നില്ല. ഇതിൻ്റെ ഫീച്ചേഴ്സും പ്രിവിലേജസും എന്തൊക്കെയാണ്, ഇതിൻ്റെ ചാർജസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കാർഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒരു കാർഡ് കൂടിയാണ്. മാത്രമല്ല ഇതിന് ആനുവൽ ഫീസോ ജോയിനിങ് ഫീസോ ഒന്നും തന്നെ ഇല്ല. ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള പലിശയാണ് ഇവർ ഈടാക്കുന്നത്. കൂടാതെ ഈ കാർഡിൽ ഓരോ ഇൻക്രിമെൻ്റൽ സ്പെൻസ് നടത്തുമ്പോഴും 20,000 രൂപയിൽ കൂടുതലായിട്ടുള്ള സ്പെൻസ് നടത്തുമ്പോൾ നമുക്ക് 10x റിവാർഡ് പോയിന്റ്സും, ബർത്ത്ഡേ ഡേറ്റിൽ നമ്മൾ ഈ ഒരു കാർഡിൻ്റെ സ്പെൻഡ് നടത്തുകയാണെങ്കിൽ അപ്പോഴും 10x റിവാർഡ് പോയിന്റ്സ് നമുക്ക് കിട്ടുന്നു. കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പർച്ചേസസുകൾക്ക് 20,000 രൂപ വരേക്കുള്ള ഓരോ പർച്ചേസുകൾക്കും 6xും 3xും റിവാർഡ് പോയിന്റ്സ് ആണ് ഈ കാർഡ് തരുന്നത്. ഇനി ഈ കാർഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്പയറി ഒന്നും തന്നെ ഇല്ലാത്ത അൺലിമിറ്റഡ് ആയിട്ടുള്ള റിവാർഡ് പോയിന്റ്സ് ആണ് ഈ കാർഡ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. മറ്റ് ബാങ്കുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ IDFC ഫസ്റ്റ് ബാങ്ക് മിലേനിയയ്ക്ക് അല്ലെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഏറ്റവും ബിഗിനർ ലെവലിലുള്ള ഏത് കാർഡ് എടുത്തു നോക്കിയാലും അതിനുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് റിവാർഡ് പോയിന്റ്സിനെ ഉപയോഗിച്ച് നമ്മൾക്ക് ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോറുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കതിനെ പേ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 25 പൈസയാണ് അതിൻ്റെ മോണിറ്ററി വാല്യൂ എന്ന് പറയുന്നത്. അപ്പം 4 റിവാർഡ് പോയിന്റുകൾ നമുക്ക് കിട്ടുമ്പോൾ 1 രൂപയായിട്ട് ആ ഒരു റിവാർഡ് പോയിന്റിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ 1x അഥവാ 1 റിവാർഡ് പോയിന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു റിവാർഡ് പോയിന്റ് സിസ്റ്റം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് റിവാർഡ് പോയിന്റ്സ് നമ്മുടെ ക്രെഡിറ്റ് അക്കൗണ്ടിൽ അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിവാർഡ് പോയിന്റ്സ് ഉപയോഗിച്ച് ഡയറക്റ്റ് പർച്ചേസുകൾ നടത്താൻ പറ്റുന്നു എന്നുള്ളത് ഈ ഒരു കാർഡിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇനി റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഈ ഒരു IDFC ഫസ്റ്റ് മിലേനിയ കാർഡിന് ഒരു കൺവീനിയൻസ് ഫീസോ ചാർജസോ ഒന്നും തന്നെ പ്രീവിയസ്ലി ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ അവർ റിവാർഡ് പോയിന്റ്സ് റിഡീം ചെയ്യുന്നതിന് ഒരു 99 രൂപയും ടാക്സും ആകുന്ന ഒരു ഫീസ് കൂടി ഈടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ കാർഡിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യത്തെ 90 ദിവസത്തിനകം 15,000 രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവരൊരു 500 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ജോയിനിങ് ബെനിഫിറ്റ് ആയിട്ട് ഇപ്പോൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ച് ഈ കാർഡിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കാർഡ് കിട്ടുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ 500 രൂപയുടെ വെൽക്കം വൗച്ചറും സ്വന്തമാക്കാനായിട്ട് സാധിക്കും. കൂടാതെ 90 ദിവസത്തിനകം നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഒരു ആദ്യത്തെ EMI ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ 5% ക്യാഷ് ബാക്ക് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ കാർഡിന്റെ മറ്റ് പ്രിവിലേജസ് എന്ന് പറയുന്നത്, പേടിഎം മൊബൈൽ ആപ്പിൽ നമുക്ക് 25% ഡിസ്കൗണ്ടോട് കൂടി മൂവി ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ഓരോ ക്വാർട്ടറിലും 4 കോംപ്ലിമെന്ററി റെയിൽവേ ലൗഞ്ച് ആക്സസ് ലഭിക്കും. കൂടാതെ 1399 രൂപയുടെ റോഡ് സൈഡ് അസിസ്റ്റൻസ് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഫ്യൂവൽ സ്റ്റേഷൻസിലെല്ലാം നമുക്ക് ഏകദേശം 1% സർചാർജ് വെയ്വർ ഏകദേശം 200 രൂപ വരെ ഉള്ളതിന് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഈ കാർഡിന് പേഴ്സണൽ ആക്സിഡന്റ് കവറും ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി ഇൻഷുറൻസും കൂടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അതിനുള്ള ഒരു കവറും ഈ കാർഡ് നൽകുന്നുണ്ട്. കൂടാതെ കാർഡ് ലോസ് ആയി പോയി കഴിഞ്ഞാൽ അതിനുശേഷം ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻ്റെ ലയബിലിറ്റി ബാങ്ക് തന്നെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ കാർഡിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ബിഗിനർ ലെവലിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാർഡായിട്ട് എന്നുള്ളത് ഞാൻ പറയാം.
ആനുവൽ ഫീസ് ഇല്ല, ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാലും ഈ കാർഡിന് വേണ്ടിയിട്ട് പണം ഒന്നും തന്നെ അടയ്ക്കേണ്ടതായിട്ട് വരില്ല. കൂടാതെ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റുകൾ ഓരോ മാസവും ഉള്ള റേറ്റുകളും ഓരോ വർഷത്തേക്കുള്ള ടോട്ടൽ ഇൻട്രസ്റ്റ് റേറ്റും എല്ലാം ഏറ്റവും കുറഞ്ഞ നിരക്ക് ലഭിക്കുന്ന കാർഡ് ഇത് മാത്രമേ ഉള്ളൂ. 0.75% മുതൽ 3.5% പെർ മന്ത് ആണ് ഈ ഒരു കാർഡിന് നിങ്ങൾക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ATMs പോയി ക്യാഷ് വിത്ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അത് 48 ദിവസത്തേക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് വിത്ഡ്രോ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ക്യാഷ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ കാർഡിന്റെ വേറൊരു കാര്യം പറയാനുള്ളത്, ക്യാഷ് അഡ്വാൻസ് ഫീ ഉണ്ട്. അതായത് നിങ്ങൾ ബാങ്കിൽ പോയി ക്യാഷ് ഇത് ഉപയോഗിച്ച് പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾ 200 രൂപ ഒരു ചാർജ് ആയിട്ട് ബാങ്കിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ഓവർ ലിമിറ്റ് ഫീസ് ഉണ്ട്. നമുക്കുള്ള ക്രെഡിറ്റ് ലിമിറ്റിൽ കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ബാങ്കിന്റെ കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 2.5% ഓവർ ലിമിറ്റ് ഫീസ് കൂടി ചാർജ് ഈടാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പണം അടയ്ക്കുന്നത് വൈകി കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ എമൗണ്ടിൻ്റെ 15%, മാക്സിമം 1280, മിനിമം 100 രൂപയും നമുക്ക് ചാർജായിട്ട് നൽകേണ്ടതായിട്ട് വരും. കൂടാതെ ഫോറക്സ് മാർക്കപ്പ് 3.5% ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിന് ഈ കാർഡ് ഉപയോഗിക്കുമ്പോൾ ചാർജ് ഈടാക്കുന്നത്. അതായത് നമ്മൾ പുറത്ത് രാജ്യങ്ങളിൽ വെച്ച് സ്പെൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുറത്തുള്ള വെബ്സൈറ്റുകളിൽ സ്പെൻഡ് ചെയ്യുമ്പോഴോ ഒക്കെ 3.5% ചാർജ് ഈ ഒരു കാർഡ് ഈടാക്കുന്നതായിരിക്കും. എങ്കിൽ പോലും മറ്റുള്ള ബാങ്കുകളുടെ കാർഡുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻ്റർഫേസും കൂടാതെ ഉപയോഗിക്കാനുള്ള എളുപ്പവും കുറഞ്ഞ പലിശ നിരക്കും ആനുവൽ ഫീസോ അല്ലെങ്കിൽ ജോയിനിങ് ഫീസോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതൊക്കെയാണ് ഈ ഒരു കാർഡിനെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് അട്രാക്റ്റീവ് ആക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, ഇതുവരെയും ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തുകൊണ്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലൈഫ് ജേർണി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിൽ പല പ്രാവശ്യം ഫീച്ചർ ചെയ്തിട്ടുള്ള ഒരു കാർഡാണ് വൺ കാർഡ് എന്ന് പറയുന്നത്. വൺ കാർഡ് നിലവിൽ നൽകുന്നത് 2 രീതിയിലാണ്. ഒന്ന്, നിങ്ങൾ ഈ ഒരു സെറ്റ് ഓഫ് ബാങ്ക്സിൽ വൺ കാർഡിന് അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങളൊരു FD ബുക്ക് ചെയ്യുമ്പോഴാണ് വൺ കാർഡ് ഒരു സെക്യൂർഡ് കാർഡായിട്ട് നിങ്ങൾക്ക് നൽകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാലിഡ് ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിലും വൺ കാർഡിന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് വൺ കാർഡ് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. വൺ കാർഡിൻ്റെ മെറ്റാലിക് കാർഡ് ഫ്രീ ആയിട്ടാണ് നമ്മുടെ FD റേറ്റ്സ് അനുസരിച്ച് നമുക്ക് നൽകുന്നത്. ഏകദേശം ബാങ്കുമായിട്ട് 50,000 FD നമ്മൾ ഇടുകയാണെങ്കിൽ ഒരു മെറ്റാലിക് കാർഡാണ് വൺ കാർഡ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഇനി വൺ കാർഡിൻ്റെയും പ്രത്യേകത, അവിടെയും ഒരു ഹിഡൻ ഫീസ് ഒന്നും തന്നെ ഇല്ല, ജോയിനിങ് ഫീസ് ഇല്ല, ആനുവൽ ഫീസ് ഇല്ല. കൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രത്യേകത എന്ന് പറയുന്നത് റിവാർഡ്സ് റിഡംഷന് നമുക്കൊന്നും തന്നെ ഫീസായിട്ട് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മില്ലേനിയ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യകാലത്ത് IDFC റിവാർഡ് റിഡംഷൻ ഫീസ് ഒന്നും തന്നെ ഈടാക്കിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവർ 99 രൂപ റിവാർഡ് റിഡംഷൻ ഫീസായിട്ട് ഈടാക്കുന്നുണ്ട്. ഏകദേശം 2-3 വർഷമായി കഴിഞ്ഞിരിക്കുകയാണ് വൺ കാർഡ് വന്നിട്ട് ഇതുവരെയും അവർ ഒരു റിവാർഡ് റിഡംഷൻ ഫീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. വൺ കാർഡിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാം. കാർഡിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇനി ഇതൊരു മെറ്റാലിക് കാർഡാണ്, അതുകൊണ്ട് തന്നെ വെയർ ആൻഡ് ടിയർ ഒന്നും തന്നെ ഇതിനെ ബാധകമാവുന്നില്ല. ഇത് പെട്ടെന്ന് നശിച്ചു പോകാത്ത രീതിയിൽ നല്ലൊരു കാർഡാണ്. ഒരു മാസം നിങ്ങൾ 2 കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 5 ഇരട്ടി റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നു എന്നുള്ളത് ഈ കാർഡിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് എല്ലാ ട്രാൻസാക്ഷൻസിനെയും പെട്ടെന്ന് തന്നെ EMIയിലാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇനി EMIനെ വേണമെങ്കിൽ റിവാർഡ് പോയിന്റ്സ് വെച്ച് നിങ്ങൾക്ക് പേ ചെയ്യാനും സാധിക്കും. കൂടാതെ റിവാർഡ് പോയിന്റ്സ് നിങ്ങൾക്ക് EMI ട്രാൻസാക്ഷൻസ് നടത്തുമ്പോഴും കിട്ടുന്നതായിരിക്കും. സാധാരണ കാർഡുകളെല്ലാം നമ്മളൊരു EMI ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ആ ഒരു ട്രാൻസാക്ഷന് റിവാർഡ് പോയിന്റ്സ് നൽകുന്നതല്ല. എന്നാൽ വൺ കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ EMI ട്രാൻസാക്ഷൻ നടത്തിയാലും നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ്സ് കിട്ടും എന്നുള്ളതാണ്. നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാർഡിൻ്റെ ആഡ് ഓൺ കാർഡ്സ് ഷെയർ ചെയ്യാം എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് നിങ്ങളുടെ വീട്ടിലുള്ളവർക്കുമായിട്ട് നിങ്ങൾക്ക് ഒരു ലിമിറ്റ് അസൈൻ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പിൽ തന്നെ അപ്ലൈ ചെയ്താൽ അവർക്കുള്ള ആഡ് ഓൺ കാർഡ്സും പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ലാസ്റ്റ് നമ്മുടെ ലിസ്റ്റിലുള്ളത് മണി ബാക്ക് പ്ലസ് ക്രെഡിറ്റ് കാർഡാണ്. ഈ ഒരു കാർഡ് നമുക്ക് ആമസോൺ, ബിഗ് ബാസ്ക്കറ്റ്, ഫ്ലിപ്കാർട്ട്, റിലയൻസ് സ്മാർട്ട് സൂപ്പർ സ്റ്റോർ ആൻഡ് സ്വിഗ്ഗിയിൽ 10 ഇരട്ടി ക്യാഷ് പോയിന്റ്സ് ആണ് ലഭിക്കുന്നത്. കൂടാതെ നമുക്ക് 5 ഇരട്ടി ക്യാഷ് പോയിന്റ്സ് നമ്മൾ EMI സ്പെൻസിൽ നമുക്ക് ലഭിക്കും. കൂടാതെ നമ്മൾ ഫ്യൂവൽ, വാലറ്റ് ലോഡ്, പ്രീപെയ്ഡ് കാർഡ് ലോഡ് അല്ലെങ്കിൽ വൗച്ചർ പർച്ചേസുകൾ ഒഴികെയുള്ള എല്ലാ പർച്ചേസുകൾക്കും 2 ക്യാഷ് പോയിന്റ്സ് ആണ് 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓരോ ക്വാർട്ടറിലും 50,000 രൂപയിൽ കൂടുതൽ നമ്മളിതിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും ഈ ഒരു കാർഡ് നമുക്ക് നൽകുന്നുണ്ട്. കൂടാതെ ഈ ഒരു കാർഡിൻ്റെ ഡൈനോട്ട് പാർട്ട്ണർഷിപ്പിലൂടെ നമുക്ക് ഏതെങ്കിലും പാർട്ട്ണർ റെസ്റ്റോറൻറ്റ്സിൽ ചെന്ന് നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. മറ്റ് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാർഡിന് 50 ദിവസമാണ് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ആയിട്ട് ലഭിക്കുന്നത്.
കൂടാതെ നിങ്ങൾക്കൊരു റിവോൾവിംഗ് ക്രെഡിറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു രീതിയിൽ ഈ ഒരു കാർഡ് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ 24 മണിക്കൂറിനകം HDFC ബാങ്കിലേക്ക് അറിയിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഒരു കാർഡിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ടായാൽ ആ ഒരു നഷ്ടം നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നതായിരിക്കില്ല. ഇനി ഈ ഒരു കാർഡിൻ്റെയും റിവാർഡ് പോയിൻറ്റ്സിൻ്റെ ക്യാഷ് ബാക്കിൻ്റെ വാലിഡിറ്റിയും അതിൻ്റെ ആ ഒരു വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കാം. ഓരോ റിവാർഡ് പോയിൻറ്റ്സിനും 0.25 എന്നുള്ള രീതിയിലാണ് നമുക്ക്, അതായത് 25 പൈസ എന്നുള്ള നിരക്കിലാണ് ഓരോ റിവാർഡ് പോയിൻറ്റ്സിനും നമ്മൾ മോണിറ്ററി വാല്യൂ പറയുന്നത്. നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയ ഡേറ്റിൽ നിന്നും 2 വർഷത്തേക്ക് വരെ നമുക്ക് ഈ ഒരു കാർഡിൻ്റെ റിവാർഡ് പോയിൻറ്റ്സ് ഒരു ഇഷ്യൂ ഇല്ലാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കാർഡിൻ്റെ റിവാർഡ് പോയിൻറ്റ്സ് എക്സ്പയർ ആയി പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാർഡിന് എക്സ്പയറി ഉള്ള ഒരു റിവാർഡ് പോയിൻറ്റ്സ് ആണ് ഉള്ളത്. ആഗസ്റ്റ് 2021 ചിലവാക്കുന്ന റിവാർഡ് പോയിൻറ്റ്സ് നമുക്ക് 2023 ആഗസ്റ്റ് ആകുമ്പോഴത്തേക്കും അത് എക്സ്പയർ ആയി പോകും. അപ്പോൾ അതിന് മുമ്പ് തന്നെ ആ ഒരു പോയിൻറ്റ്സ് റിഡീം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇനി ഈ ഒരു കാർഡിൻ്റെ ഫീസ് ആൻഡ് ചാർജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ആനുവൽ ഫീസ് ഉള്ള ഒരു കാർഡ് തന്നെയാണ്. ജോയിനിങ് ഫീസ് 500 രൂപയാണ്. ആനുവൽ ഫീസായിട്ടും നമുക്ക് 500 രൂപയാണ് ഇതിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. 50,000-ൽ കൂടുതൽ രൂപ നിങ്ങൾ ഒരു വർഷത്തേക്ക് ചിലവാക്കുകയാണെങ്കിൽ ഈ കാർഡിൻ്റെ റിന്യൂവൽ ഫീസ് നമുക്ക് ഓഫായിട്ട് കിട്ടുന്നതായിരിക്കും. അതായത് റിന്യൂവൽ ഫീസ് കൊടുക്കേണ്ടതായിട്ടില്ല. ഇനി ഈ 3 കാർഡുകളാണ് ബിഗിനേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാർഡിനെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതിൽ പരാതി ഉണ്ടെങ്കിൽ, ഏറ്റവും നല്ലൊരു ബിഗിനർ ബേസ്ഡ് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും അത് സജസ്റ്റ് ചെയ്യാം കമൻസിലൂടെ. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. കൂടാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് 1 കാർഡും IDFC ഫസ്റ്റ് കാർഡിൻ്റെയും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻസിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് അപ്രൂവ് ആകാനുള്ള സാധ്യതയും കൂടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ടൈം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.